തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. 16ാം കേരള നിയമസഭയെയും പുതിയ സർക്കാരിനെയും തെരഞ്ഞെടുക്കാനായി വ്യാഴാഴ്ച കേരളം ബൂത്തിലേക്ക്. ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തെ രാഷ്ട്രീയ ചൂടിലാക്കിയ 23 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് നിശബ്ദ പ്രചാരണ ദിനം. 16ാം കേരള നിയമസഭയെയും പുതിയ സർക്കാരിനെയും തിരഞ്ഞെടുക്കാനായി നാളെ കേരളം ബൂത്തിലേക്ക് നീങ്ങും. കേരളം വ്യാഴാഴ്ച വിധിയെഴുതുമ്പോൾ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. തൃശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ആകെ വോട്ടർമാരുടെ എണ്ണം 25,32,715 ആണ്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടിങ്ങിനെത്തുന്ന വോട്ടർമാർക്ക് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ സുരക്ഷിതമായി വയ്ക്കാൻ മൊബൈൽ ഡെപ്പോസിറ്റ് സൗകര്യവും ബൂത്തുകളിൽ ഒരുക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഭിന്നശേഷിക്കാർക്കായി വീൽചെയർ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും 20 മോഡൽ പോളിംഗ് സ്റ്റേഷനുകൾ, ജില്ലയിലാകെ 25 വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷൻ, തൃശൂർ മണ്ഡലത്തിൽ ഒരു ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷൻ എന്നിവയും 2 ഓൾ ഇൻക്ലൂസീവ് ബൂത്തുകളും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർ അസിസ്റ്റന്റ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 100 മീറ്റർ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ സ്ഥാനാർത്ഥികളുടെയോ താൽക്കാലിക ക്യാമ്പുകൾ, ഷെഡുകൾ മുതലായവയ്ക്ക് അനുമതിയില്ല. ഈ പരിധിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ മജിസ്ട്രേറ്റിന്റെ അധികാരത്തോടെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ജനവിധി എന്തെന്നതിൽ വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. വികസനം വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും 10 ആണ്ടിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കേരള നിയമസഭയിൽ താമര വിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് BJP കേന്ദ്രങ്ങൾ. ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ EVM, VVPAT മെഷീനുകളുടെ വിതരണം ബുധനാഴ്ച രാവിലെ നടത്തി. കമ്മീഷനിംഗ് പൂർത്തിയാക്കി ശക്തമായ സുരക്ഷയിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന 3403 CU ആൻഡ് BU, 3688 VVPAT എന്നിവയാണ് വിതരണം ചെയ്തത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. നിയോജക മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിതരണം. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ സന്ദർശിച്ച സ്ഥിതിഗതികൾ പരിശോധിച്ചു. പോളിംഗ് സംഘങ്ങളുടെ ഗതാഗതത്തിനായി 1153 വാഹനങ്ങൾ പോലീസ് സുരക്ഷയോടെ സജ്ജീകരിച്ചിരുന്നു. വോട്ടർമാരുടെ വിധിയെഴുത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വികസനവും മാറ്റവും രാഷ്ട്രീയവും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ പുതുക്കാട് ആർക്കൊപ്പം നിൽക്കുമെന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. നിശബ്ദ പ്രചാരണത്തിനിടയിൽ ഇടതുമുന്നണി കോട്ട കാക്കാൻ ഇറങ്ങിയ KK രാമചന്ദ്രൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വികസന തുടർച്ചയ്ക്കായി വോട്ടുറപ്പിച്ചു. ഓരോ വീട്ടിലും വികസനം എത്തിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദർശനം. എന്നാൽ ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിലെ മാറ്റവും ഉയർത്തിക്കാട്ടി UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് വോട്ടർമാരെ നേരിൽ കണ്ടു. NDA സ്ഥാനാർത്ഥി A പരമേശ്വരൻ എന്ന നാഗേഷും വോട്ടർമാരെ കാണാൻ സജീവമായിരുന്നു. പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിച്ചും NDAയുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കാനും A നാഗേഷ് നിശബ്ദ പ്രചരണ ദിനം ഉപയോഗിച്ചു. വ്യാഴാഴ്ച ബൂത്തിലെത്തുന്ന ജനം മാറ്റത്തിനാണോ അതോ തുടർച്ചയ്ക്കാണോ വോട്ട് ചെയ്യുക എന്ന് ഫലം വരുന്നതുവരെ കാത്തിരിക്കാം. സ്വർണ്ണവില കൂടിയാലും കുറഞ്ഞാലും എക്കാലത്തേക്കും കരുതി വെക്കാനുള്ള സ്വർണം അത് നോബൽ സ്വർണം. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ ഉത്പാദന പണിക്കൂലിയിൽ എല്ലാ ആഭരണങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ എന്നിവയുടെ എക്സ്ക്ലൂസീവ് ലൈറ്റസ്റ്റ് കളക്ഷൻസ് നോബൽ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നോബൽ, തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ.